മൈവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്ത് പൊതുജനം രംഗത്ത് വരുന്നു. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. ലോകത്തെവിടെയും ഏതൊരു രാജ്യത്തും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകില്ല. കാരണം ആ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന പൊതുജനങ്ങളെ കാണാൻ നമുക്ക് ഏതൊരു രാജ്യത്തെയും എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇത് ചെറിയ തോതിലല്ല, വളരെ വലിയ തോതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം വെക്കുന്നുള്ളത്. സാങ്കേതികപരമായിട്ട് രാജ്യത്തെ വോട്ടിംഗ് മെഷീൻ്റെ അകത്ത് അട്ടിമറിക്കുള്ള സാധ്യതകൾ ഏറെയെന്ന് സാങ്കേതിക വിദഗ്ധന്മാർ പറയുമ്പോൾ വസ്തുതാപരമായിട്ട് അങ്ങനെ സാധിക്കുകയില്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. പക്ഷേ അവർ ഇതിനെതിരെ രംഗത്ത് വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതല്ലാതെ വ്യക്തമായ പ്രതികരണത്തിലോട്ട് അവരാരും കടന്നു വന്നിട്ടുമില്ല. അതിനിടയിലാണ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വളരെ വ്യക്തമായ ഒരു പ്രതികരണവുമായി ഒരാൾ രംഗത്ത് വരുന്നത്. മഹാരാഷ്ട്രയിലെ താനെയിലാണ് ഈ സംഭവം നടക്കുന്നുള്ളത്. താനെയിലെ BSP നേതാവായിട്ടുള്ള സുനിൽ കാംബെ പോളിംഗ് ബൂത്തിന്റെ അകത്ത് കയറിയിട്ട് അവിടെയുള്ള വോട്ടിംഗ് മെഷീനിലോട്ട് മഷി ഒഴിക്കുകയാണ്. എന്നിട്ട് EVM മുർദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ രംഗം നമുക്ക് കാണാം. वैचारिक मार्ग आहे आम्हाला लोकशाहीने अधिकार दिलेला आहे. EVM मशीन मुर्दाबाद. EVM मुळे लोकशाही धोक्यात आलेली आहे. तुमच्या सगळ्यांच्या लक्षात येईल की सर्व मित्र पक्ष सगळ्या पक्षांना गुंडाळलेला आहे. म्हणजे हा केवळ आणि केवळ EVMचा खेळ आहे. आणि EVM मुळे या देशाला धोका झालेला आहे. EVM मुळे लोकशाहीला धोका झालेला आहे. आणि म्हणून मला फासावर चढवलं तरी चालेल, परंतु या EVMचा हा खेळ आम्ही सहन करणार नाही. EVMचा खेळ आम्ही हाणून पाडणार. EVM हे बंद झाले पाहिजे. लोकशाही जर जीवित ठेवायची असेल तर EVMचा हा निषेध संपूर्ण भारतामध्ये झाला पाहिजे. EVM आपला मुर्दाबाद. हे बाबाला काय पाहिजे, हे बाबाला काय पाहिजे. त्या व्हिडिओचं शूटिंग घेतली मी चालू. वैभव दे ना. नाही घेतलं मी शेअर करायला. थोडंसं बोलता का? नाही आपल्याला गाडी घ्यायला ते नाही बोलत. ए भाऊ गाडी हो साहेब, 1 मिनिट थांबा. 2 मिनिट 2 मिनिट 1 मिनिट याला बाईट द्या जरा. पत्रकार आले त्यांना बाईट द्या. 2 मिनिटं जातील. हा तुम्ही जे हे केलंय त्याबद्दल तुम्हाला काय वाटतं? कशाबद्दल? EVM म्हणजे लोकशाहीला धोका आहे. संपूर्ण भारतीयांना हुकुमशाही पद्धतीने गुलाम करण्याची प्रक्रिया EVMच्या माध्यमातून सुरू झालेली आहे. आणि त्याचा निषेध आणि बाबासाहेबांनी दिलेला संविधानात्मक भारत आणि बाबासाहेबांनी
दिल्लीला लोकशाही भारताला सुरक्षित ठेवण्यासाठी म्हणून. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.